ഹലോ ഗൈസ്, കിങ് ഓഫ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പറഞ്ഞ മരുന്ന ഐസ്ക്രീം ഗെയിമിൻ്റെ 2 ആയിട്ട് വന്നിരിക്കുന്നത്. ഐസ്ക്രീം 2. അപ്പോൾ ഇതിലും ഏകദേശം അതേനെ കഥ. നമ്മളെ ഫ്രണ്ടിനെ കിഡ്നാപ്പ് ചെയ്യുക. എടാ, എനിക്കൊരു മണ്ടത്തരം പറ്റിയടാ. ഞാൻ ഈ ഗെയിം ഒരു 50% കളിച്ച്. ഇത് 50% കളിച്ചപ്പോൾ തോറ്റപ്പോൾ പിന്നെ ഈ നോർമൽ മോഡ് അൺലോക്ക് ആടാ. നോർമൽ മോഡ്, ഹാർഡ് മോഡ്, നൈറ്റ് മെയർ മോഡ് വരെ അൺലോക്ക് ആയി. അങ്ങനെ കയറിയില്ലടാ. കണ്ടാ, ഇതൊക്കെ എനിക്ക് അൺലോക്കായി. എന്തിനാ അൺലോക്ക് ആയി എനിക്കും അറിയില്ല. വെറുതെ അൺലോക്കായി കിട്ടി നമുക്ക്. അത് ശരിക്കും ഒരു കളി ജയിക്കണം തോന്നുന്നുണ്ട്. ഇതൊക്കെ എന്താ കണ്ട, ഇതൊക്കെ ഞാൻ കളിച്ച് ഒരു 50% കളിച്ച്. പക്ഷെ അതൊക്കെ റീസ്റ്റാർട്ടാക്കി ഞാൻ ഈ ഗെയിം. 50% കളി അറിയില്ല. അല്ല, അറിയാം. 50% കളി അറിയില്ല. ഈ ഗെയിമൊക്കെ മാറിയടാ. ഈ ഗെയിം ഇങ്ങനെയല്ലേ പരസ്യം. എന്താണ് കേസ് നമ്മുടെ ഗെയിമിൻ്റെ ഇൻട്രോ. അടുത്തിൻ്റെ മ്യൂസിക് നല്ല ഇഷ്ടാട്ടാ. ഇവന് ഞാൻ എന്താ ആലോചിച്ചൊക്കെ. ഐസ്ക്രീം 2 ഇതാണ് കേസ് നമ്മുടെ ഗെയിം. ഇതാണ് ലീസ്. അവിടെ ഇങ്ങനെ നല്ലടാ ഗെയിം. ഇതിനെ ഫസ്റ്റ് കേൾക്കുമ്പോൾ ഇങ്ങനെ നല്ലെന്നുണ്ട്. Has told me he has something to tell me. Well, it sure is silly. Well, you know what? No, don't do that. It can't be. Liz has been kidnapped too. ഓൻ്റെ ഫ്രണ്ട് കിഡ്നാപ്പായി. എനിക്ക് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാണിക്കടാ. ഇതോക്കടാ, ഇത് നമുക്ക് ചാർലി തന്നതാടാ. ആ ചാർലി അറിച്ചൊക്കെ ഞാൻ തന്ന് മിക്സ് ചെയ്യാണ്. The collection of the trophy you have by escaping from road. They may come in handy at some point. മനസ്സിലായില്ല. അതുകൊണ്ട് നമുക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇടണം. നമുക്ക് ഇത് പിടിക്കേണ്ടി വരും കയ്യിൽ. ഇത് കാരണം റോഡാല്ലോ, വാഴയല്ലോ. വാഴയാകുമ്പോൾ പ്രശ്നമാവുമല്ലോ. നമുക്കൊരു ട്രാപ്പ് തരണ്ടോ. ഒരു ഇത് ബ്രൗണാ. അതെന്തോ ഒരു ഉദ്ദേശിച്ച് മനസ്സിലായില്ല. എടാ, വാഴേ വേമ്പ എങ്ങടെ പോവാ സർക്കസ് പോവാ. എടാ, എനിക്ക് ആ ടൈം ഭയങ്കര പേടിയാടാ. നമ്മൾ എങ്ങണ്ടാ പോവാ എന്ന് മനസ്സിലാവില്ല. എങ്ങടേക്ക് നിൽക്കുന്നത് എന്താ? മാർച്ച് 1954. എടാ, എൻ്റെ ഒരു അറിവില്ലേ ഈ തടിയൻ റോഡാടാ. എന്നിട്ട് ഈ തടിയൻ മെലിയെ അങ്ങനെ എന്തോ പരിപാടി, അങ്ങനെ എന്തോ ഉണ്ട്. ഇവര് തടിയനായിട്ട് ബാക്കിയുള്ള കുട്ടികളെ തടിയനാക്കാൻ നോക്കുകയാണ്. അങ്ങനെ എന്തോ പരിപാടിയാടാ. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റോറിയും കൂടി ഗെയിമാ. എടാ, എനിക്കൊന്നും ഈ ചാബി വിളിക്കൂലേ, അത് ഇതാണ്. ഈ തടിയന്മാരെ ഉദ്ദേശിക്കണമെന്നുണ്ട് കേട്ടോ. തടിയന്മാരെ ഉദ്ദേശിക്കണം. അത് തന്നെയാണ് ഈ റോഡും ചാബി കിഡ്സ് പറയണണ്ട. ഈ ഐസ്ക്രീം തിന്നുന്ന ആട് എന്തോ തടിയനാവുക, അങ്ങനെ എന്തോ സംഭവം ഉണ്ടോ ഈ ഗെയിമിൽ. അങ്ങനെ എന്തൊരു ഐറ്റമാണ്. അവിടെ അവിടെ എന്താ മുട്ട പാല് ഐസ്ക്രീം ഉണ്ടാക്കാൻ വെച്ചാവും. അങ്ങനെ എന്തോ സംഭവമാണ് ഈ ഗെയിമിൽ. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് കയറി. ഇവിടെ നമ്മൾ ഇങ്ങനെ തുറന്നു നോക്കണം, ഇങ്ങനെ ചെക്ക് ചെയ്യണം. നമുക്കൊരു ID കാർഡ് വരെ സാധനം കിട്ടും. ആ സാധനം നമുക്ക് വേണ്ട. അവിടെ അതാ വാഴ. അതുകൊണ്ട് വാഴയാണ് റോഡാണ് വാഴ. മറ്റേൽ ചാർലി കിഡ്നാപ്പ് ആണെങ്കിൽ ഇതിൽ ലിസ്സാണ് കിഡ്നാപ്പ്. ലിസ് എന്ന് പറഞ്ഞാൽ ചാർലിൻ്റെ അനിയത്തിയാണ്. എന്താ സംഭവമാണ്. ആടെ കിട്ടടാ പാസ്, സ്പെഷ്യൽ പാസ്.
പാസറ്റ് ഇതിനുള്ളിൽ കയറണം. ഇതൊക്കെയാണ് നമ്മളെ നായകൻ ചാർലി. Welcome to the secret lair. I am the king. ഈ കിങ്ങ കഴിക്കോ? I'm the best player in the world. No one will exceed my record. ഇവന് പറഞ്ഞ ഉദ്ദേശിച്ച് നമ്മൾ ഈ ഗണ്ണ് കിട്ടണം. ഇവന് മൈക്ക് എന്ന കേസ് ഇവന്റെ What's പേര്. up, Jay? I have a rare piece that I found out there. Surely you know what to do with it. If you bring me something pretty, I'll give it to you. എന്താ പറയണ്ട, ഈ ഗെയിം കണ്ട ഇത് ചാർലിൻ്റെ സ്കോർ ഉണ്ടോ 305, മൈക്കിൻ്റെ 205, ലിസിൻ്റെ 125, നെക്ക. അപ്പോൾ ഇത് കളിച്ചിട്ട് ഈ ചാർലിനെക്കാട്ടി സ്കോർ ആക്കിയാൽ നമുക്ക് ആ ഗണ്ണ് തരുന്നതാണ് ചാർലി പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ഗെയിം അറിയില്ല, അതുകൊണ്ട് ഞാൻ കളിക്കണില്ല. നമുക്ക് ഇനി ഈ സ്റ്റെപ്പ് കയറ്റൊരു പരിപാടി ഉണ്ടോ. ഇനി ഈ റോഡ് വാഴ ഇവിടെ ഉണ്ടോയെന്ന് അറിയണം. ആ വാഴറ്റ് ഇവിടെ ഉണ്ടെങ്കിലേ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാ അതിനിടെ അല്ല ഇറ്റ്സ് ലോക്ക്ഡ് ബൈ കീ. ആ കീ എവിടെ കിട്ടുക അറിയടാ. ആ കീ സെമിത്തേരി എന്നാ കിട്ടുക. ഈ ഗെയിമിൽ സെമിത്തേരി ഉണ്ട്. ഇവിടെ ഒരു ഐറ്റം ഉണ്ടാവുമല്ലോ, അതാ ഹാങ്കർ എടുത്തിട്ട് നമ്മളിവിടെ എത്തി. ഇനി ഇവിടുന്ന് മോള് പോയിട്ട് പരിപാടി ഉണ്ടാ. ഇവിടെ നമ്മൾ കറക്റ്റ് അവിടെ ഒരു സാധനം കണ്ട ആ സാധനത്തിൻ്റെ തലയിൽ വീഴണം. നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യണം. ആടെ എത്തി, കറക്റ്റ് എത്തി. നമ്മളിത് തള്ളി നീക്കണം, ഇത് നീക്കണം. എന്നിട്ട് ഇവിടെ ഒരു വഴി ഉണ്ടറാ. ആ വഴി ഞാൻ മറന്നല്ലേ, എവിടെയാണ് എനിക്ക് അറിയില്ല. ആ വഴി ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ എന്താ ഇവിടെ ടൂൾ ബോക്സാ. ഇതൊക്കെ ഉണ്ടായി ആടാ. അതാ ഈ വഴി ഇതിനുള്ളിൽ കൂടി നമ്മൾ കയറി പോകണം. അവിടെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ വഴിയൊക്കെ ഉണ്ട്, പക്ഷെ വേറെ കുറേ സംഭവങ്ങൾ ഈ ഗെയിമിൽ ചെയ്യടാ. ആ ഫിഷ് കീ എന്നാണ് അവിടെ ആ കീൻ്റെ പേര്. ആ കീ ഞാൻ തുറക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ കീ വേണമെന്ന ആവശ്യം നീയ. ഇതിങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായി. ഇതിൽ കൂടി നമ്മൾ പോയിട്ട് അത്രേ ഉള്ളൂ. ഈ ഡോർ തുറന്ന് നമ്മൾ ആ വഴിയുടെ അൺലോക്ക് ചെയ്തതുകൊണ്ട് ഇനി നമ്മൾ നേരെ പോകേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രൂപത്തിൽ നമ്മൾ സ്റ്റാൾക്ക് പോകുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വെച്ചപ്പോൾ അങ്ങനെയാണ്. നമ്മൾ സ്റ്റാളിലെത്തി. ഇനി ഇവിടെ പരിപാടി ഉണ്ട്. പക്ഷേ ഇവിടെ ഈ റോഡിനൊക്കെ പേടിയാ. ഇവിടെ ഉണ്ടാ, ഇവിടെ കട്ട് ചെയ്യണം, വയറുണ്ട് അവിടെ. എടാ ഫസ്റ്റ് തന്നെ ബെസ്റ്റ് തുടക്കം. നമുക്ക് ഇവിടെ ഒരു പുള്ളി കയറി നമുക്ക് വയർ കട്ടറിട്ട് അവിടെ പോയി കട്ട് ചെയ്യണം. എടാ റോഡ് കഴിഞ്ഞാൽ ഇതുമാതിരി ഇവിടെ കിടന്ന് ഉറങ്ങേ. അയ്യോടാ അയ്യോ, റോഡ് എണീച്ച് റോഡിൻ്റെ ഉറക്കം കഴിഞ്ഞ്. അവിടെ ഞാൻ ചേച്ചിൻ്റെ പിടിച്ചിരുന്നുണ്ടാ. എടുക്കടാ ക്യാൻഡിൽ എടുക്കടാ. എനിക്കത്ര മെഴുകുതിരിയെടുത്താൽ ഇന്നിട്ട് നമ്മൾ സെമിത്തേരിയൊക്കെ പോകണം. സെമിത്തേരി എത്തിയിട്ട് ഈ റോഡിൻ്റെ അച്ഛൻ്റെ ശവക്കല്ലറായതുകൊണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇതിട്ടിട്ട് നമ്മൾ റോഡ് അവിടെ എന്തോ കത്തിക്കുകയാണ് എന്തോ ചെയ്യും. അവിടെ ആ മെഴുകുതിരി കത്തിക്കും അവൻ്റെ അച്ഛന് വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ അവിടെ ഫിഷ് കീ. ഈ ഫിഷ് കീറ്റ് അവിടെ തുറന്നാൽ നമുക്ക് ഈ ക്യാറ്റ് ഫുഡ് കിട്ടും. ക്യാറ്റ് ഫുഡ് ഇട്ടുണ്ടാ. ഈ അമ്മൂമ്മ ഉണ്ട്. ഈ അമ്മൂമ്മ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുക്കണ? നമ്മൾ സർക്കസിൽ പോയപ്പോൾ വീട്ടിലത്തെ അമ്മൂമ്മയാണിത്.
ഇവിടെ ഇതാ ആ പൂച്ച ഉണ്ടല്ലോ, അത് ആ പൂച്ചനെ കൊണ്ടുവരണം. ആ പൂച്ചക്ക് വേണ്ടിയിട്ടാണടാ റോഡ് വന്നിട്ട് അവിടെ ഇതാക്കിയില്ല. അപ്പം നമുക്ക് തീപ്പെട്ടി ഇട്ടടാ. അതിനാണ് ഇനി ഈ ഫിഷ് ഫുഡ് ഒരു സർക്കസിൽ പോയിട്ട് അവിടെ തുറക്കണം. വാഴ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? വാഴ അതിറ വാഴ വരുന്നീ. വാഴ കണ്ടാൽ പെടും. അതാണ് വാഴൻ്റെ പവർ. കണ്ട ഈ ക്യാറ്റ് ഫുഡ് ഞാൻ അമ്മച്ചിനെ അടിച്ചിട്ട് അമ്മച്ചിയുടെ ഫോട്ടോ ഇട്ടതാ. ഈ അമ്മച്ചി ഇതാ ഇവിടെ ഈ പൂച്ച ഉണ്ടാ. ഇത് ഈ അമ്മച്ചിയല്ല, ആ അമ്മച്ചി, ആ അമ്മച്ചിയല്ലേ ഈ അമ്മച്ചി. അപ്പം അതാണ് അടാ വാഴ. വാഴ എന്നാണ് വെറുതെ വീട് വാഴയെ. അവിടെ നീ ക്യാറ്റ് ഫുഡിട്ട് അവിടെ പോയി ഇതാക്കണം. അവിടേക്ക് പോകണം നമ്മൾ. എടാ പെട്ടു. അയ്യോ ഞാൻ ഇറങ്ങിയോടി. വാഴ അവിടെ ഒന്നും ചെയ്യാ. വാഴ അവിടെ വാഴ ഇങ്ങോട്ട് തന്നെ വരുന്നീ. ആ വാഴ അങ്ങോട്ടും ഉണ്ട്. ഇനി ക്യാറ്റ് ഫുഡ് പോയിട്ട് ഈ പൂച്ച കൊടുക്കണം. ഇനി പൂച്ചൻ്റെ ഇറങ്ങി വരും. ഈ പൂച്ച നമുക്ക് വേണടാ. അവിടെ ഈ പൂച്ച ഭയങ്കര ക്യൂട്ടാടാ. ഇതേമാതിരത്തെ പൂച്ച എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിൽ പ്രസവിച്ച പൂച്ച. ഇവിടെ റോഡ് അവിടെ ഈ വാഴ എന്താ ഈ മെഴുകുതിരി കത്തിക്കാത്ത. നമ്മൾ ഈ പൂച്ചനെ കൊണ്ടുപോയിട്ട് അവിടെ വെക്കേണ്ടി വരുമോ? സിനിമയൊക്കെ നമ്മൾ സിനിമയിൽ ഇതുണ്ടാ. ഈ ഡിക്കി ഉണ്ടാ. ഇതൊക്കെ തുറക്കാൻ പറ്റിയ കേസ്. ഡിക്കി തുറന്ന് നമുക്കൊരു ഐറ്റം കിട്ടും. പക്ഷെ എന്താ നമുക്ക് ഇത് എടുത്തിട്ട് ആ ക്യാറ്റിനെ അവിടെ വെക്കണം. എന്തിനാ വെക്കണം എന്നൊക്കെ അറിയില്ല. പിന്നെ അവിടെ കണ്ട് പക്ഷെ ആ ഡിക്കി ഈ ഗെയിമിൽ തുറക്കാൻ തന്നെയാടാ. ആദ്യത്തെ മോഡിൽ എന്താ 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 കോമ്പിനേഷനാ. ഇറ്റ് ഈസ് ലോക്ക്ഡ് വിത്ത് എ കോമ്പിനേഷൻ ആരാടാ പറയണേ. ഈ കാറിൻ്റെ കീ ആണ് ഇതിന് വേണ്ടി വരുമോ? നമുക്ക് തെറ്റിനെ എവിടുക്കാ പോണ്ടി? ആടാ നമുക്കൊരു സാധനം കിട്ടാണ്ടാ. ഒരു സ്ക്രൂ ഡ്രൈവർ നേരത്തെ ഐറ്റം ഉണ്ട്, അത് കിട്ടാണ്ട്. ഈ ടൂൾ ബോക്സസ് ഒന്നും തുറന്നിട്ട് അയ്യല്ലോ. ആ ഐറ്റം അയ്യാതെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ഡിക്കി തുറന്നാലടാ ഐറ്റം കിട്ടുക. എങ്ങനെ തുറക്കുക? കോമ്പിനേഷൻ എന്നല്ലാതെ അവർ വേറെ ഒന്നും പറയണിയല്ലോ. അവിടെ കിട്ടടാ അലൻ ഫ്രഞ്ച്. ഇതിട്ട് നമ്മൾ എവിടുക്കാ പോകേണ്ടതെന്നറിയോ? മനസ്സിലായില്ല? എന്നാൽ മനസ്സിലാക്കി തരാം. എന്നാൽ ഞാൻ മനസ്സിലാക്കി തരാം. സർക്കസ് പോകണം. സർക്കസ് ചെയ്തിട്ട് പണിൻ്റെ സർക്കസിലെത്തി. സർക്കസിൽ എന്താ മനസ്സിലായില്ലേ? നമ്മളൊരു ഗ്യാസും കൂടി ഒരു സാധനം കണ്ടില്ല. ആ സാധനം എടുക്കണം. അതന്നെയാണ് എൻ്റെ ഓർമ്മ പറഞ്ഞാൽ. അതന്നെ ഞാൻ പണ്ട് കളിച്ച ഗെയിമിലും അതന്നെ ഗെയിം. ഇവിടെ എത്തിയിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഈ സ്ക്രൂ എടുക്കണം. പക്ഷെ റോഡ് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഗ്യാസും കൂടി എടുക്കുക. റോഡ് ഇങ്ങോട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ടാ. കാരണം ഞാൻ കളിക്കുമ്പോൾ റോഡ് ഇങ്ങോട്ട് വന്നിക്കണ്. പക്ഷേ ഈ പ്രാവശ്യം റോഡ് വന്നില്ല. കാരണം റോഡ് വാഴ എന്താ പറ്റി? പക്ഷെ ആ ലോക്ക്ഡ് വിത്ത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് അതൊരു മിസ്റ്ററിയാടാ. നമ്മൾ തെറ്റി സെമിത്തേരിൽ പോകണം. ഈ ഗെയിമിൻ്റെ എസ്കേപ്പിങ് ആ മറന്നറാ. എസ്കേപ്പ് ചെയ്ത് എന്താ ഉണ്ടാവുക മറന്നുപോയി. കണ്ടാ ഈ സാധനം നമ്മൾ വെക്കണം. ഇനി ഒരു സാധനം കൂടി വെക്കണം. ഏതറിയോ? നമ്മൾ ഇവിടുന്ന് പൂച്ച എന്തിനെടുത്ത് ഇതിന് തന്നെയാണ്.
ഇത് ഇവിടെ വെക്കണം. നമ്മൾ ആ റോഡ് മെഴുകുതിരി എത്തിച്ച് അവിടെ ഓ വെറുതെ പറഞ്ഞാണ്. അവിടെ അങ്ങനെ എന്തോ ഒരു കഥ ഉണ്ടോ വഴിയില്. കഥ കാണണമെന്നുണ്ട്. പക്ഷെ ഇനി ഇതിട്ട് നമ്മൾ പോയിട്ടേ ഇവിടെ വെക്കണടാ. അയ്യോ രക്ഷപ്പെടും ഇവിടുന്ന് ഓടണം. അവിടെ ഇനി പൊട്ടിത്തെറിക്കടാ. അയ്യോ ഒന്നാകം പൊളിഞ്ഞ് റോഡ് അങ്ങോട്ട് പോകും ഉറപ്പാ. അവിടെ എന്താടാ പൊളിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് പോകും. അവിടെയാടാ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള സാധനം. അയ്യോ വാഴ കണ്ടറാ. വാഴ കണ്ടേ. അവിടെ എന്താ മനസ്സിലായോ? അവിടെ ഒരു ഐറ്റം ഉണ്ടറാ. അയ്യോ ഇതിൻ്റെ ഉള്ളിൽ എടാ ഇതിൻ്റെ സാധനം വേണോ? ആ സാധനം എവിടുന്ന കിട്ടുക അറിയോ? എടാ സാധനം ഡിക്കിന്നല്ല ആ സാധനം. എടാ തുറക്കുള്ള സാധനം മറ്റേ മൈക്കിൻ്റെ കിട്ടുന്നുണ്ടാ. എങ്ങനെ കിട്ടും? മൈക്കിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നില്ല. എടാ എനിക്ക് ഓർമ്മ ആദ്യത്തെ ഗെയിമിലേ നമ്മൾ ആ കാറിൻ്റെ ഡിക്കി തുറക്കൂല. ആ ഡിക്കി തുറന്നാൽ നമുക്കൊരു പെർഫ്യൂം കിട്ടും. ആ പെർഫ്യൂം കൊടുത്താലേ മൈക്കിൻ്റെ സാധനം കിട്ടുള്ളൂ. മൈക്കിനൊരു പെർഫ്യൂം വേണോ? അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറടാ. വാട്സപ്പ് ചിലടങ്ങി ഇതിന് മൈക്കിൻ്റെ സ്കോർ പൊട്ടിക്കേണ്ടി വരുക. എനിക്ക് ഗെയിം തീരെ പിടിക്കടാ. കണ്ടാ ഇതെന്ത് വാഴ ഗെയിമടാ. കണ്ടാ ഒരു വാഴ സ്കോർ 38. അപ്പം അതിന് എന്തൊരു കോമ്പിനേഷൻ റാ. എന്താ കോമ്പിനേഷൻ? ഇവര് പറയണ കോമ്പിനേഷൻ സംഭവം മനസ്സിലാവണേ നമുക്ക്. ആ പെർഫ്യൂം ഇട്ടാൽ നമുക്ക് കളിയാക്കാനില്ല. ഇതിൻ്റെ ബാക്കിൽ വരും. ഈ ഗെയിമിൽ അത്ര ഇവിടുന്ന് ട്രാപ്പായി എത്തും. പക്ഷേ ഈ ഗെയിമിൽ 2 ഡേ ഉണ്ട്. ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് പൊട്ടി ചാടി. ഇവിടുന്ന് അങ്ങനെ എസ്കേപ്പ് ചെയ്യുക? എമർജൻസി ഡോർ കീ. ആടാ നേരെ ചാടി റോഡിൻ്റെ അണ്ണാക്കിലായിട്ടായല്ലോ. ഗൈസ് ഞാൻ ചെറുതായിട്ട് ഈ ഗെയിം ഒന്ന് ചീറ്റിങ് കളിച്ചടാ. അതെനിക്ക് ഇങ്ങനെ ചെയ്ത വേറെ വഴി അതുകൊണ്ടാടാ. ഈ ആരോ മാർക്ക് ചെയ്യാതെ പറ്റൂല. എനിക്ക് ആ പെർഫ്യൂം വേണ്ട. അതിൽ കളിയാതെ ജയിക്കാനില്ല. അവിടെ റോഡിൻ്റെ അണ്ണാക്കുക. എടാ ഇതിൻ്റെ ഉള്ളിക്കടാ. What's up, Jay? I have a rare piece that I found out there. Surely you റയർ know what to ഐറ്റം do ആണല്ലോ with എനിക്ക്. it. If you bring me something pretty, I'll give it to you. ആടതെന്താ? എടാ ഇങ്ങനെ കണ്ട ഗെയിമില് എടാ നീ അത് കളിക്കാൻ പറ്റില്ല. ആടാ അപ്പൊ അതാണ് ഈ ഡിക്കി വർക്കുള്ള കോമ്പിനേഷൻ പറഞ്ഞതാണ്. എൻ്റെ സോറി കേസ് എനിക്ക് അത് ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. ആടാ ഈ എന്താ ആടാ ഡിക്കി അങ്ങനെടാ തുറക്കുക.
ആടെ പെർഫ്യൂം കിട്ടി. ഇതാണ് കൊണ്ടുപോയി കൊടുത്താൽ ഇടഞ്ഞിങ്ങനെ ഈ ആരോമാർക്ക് കളയുക. മതി ആരോമാർക്ക് മതി. ഇവിടെ ഈ ആരോമാർക്ക് കളയാൻ ഇങ്ങനെ എനിക്ക് കളി അറിയാ. ഇവര് കൊണ്ടെടുത്ത സാധനം നമുക്ക് തരും. Sure. I can do something with this. കണ്ടാ ഈ സാധനം തന്നു ഇനി പോട്ടടാ. സുഭാഷ് ഗൈസ് ഓൻ പിന്നെ ഇന്നെ ഇവിടെ പിടിച്ചു കൂട്ടി. ആടാ ഇത് ഞാൻ തട്ടി മറിച്ചിട്ട് നമ്മൾ ഇതിന് മുകളിൽ കയറിയിട്ട് ഇവിടെ തുറക്കല. മനസ്സിലായി. അയ്യോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറുക. ഇതിന് മുകളിൽ ഇങ്ങനെ കയറുക. ഇത്രയും പരിപാടി വെറുതെ ചാടിയാൽ മതി. അവിടെ ഞാൻ അവിടെ എന്തോ റഡാറ് വെച്ച സാധനം കണ്ട അവിടെ വാഴയുടെ അവിടെ വാഴൻ്റെയൊക്കെ എസ്കേപ്പായി. ഇവിടെ തിളഞ്ഞ് ഇവിടെ നമ്മളെ ഐറ്റം എത്ര ഡോർ ഹുക്കാണ് എന്താ അതിൻ്റെ പേര്. ഇതന്നെ ഏടാ എന്നോട് ശ്രമിക്കാൻ കഴിച്ചു. എനിക്ക് ആ ഹിന്ദി അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ആ സാധനം അറിയില്ല. കുറേ നോക്കിയടാ. ഈ ഗെയിം ഫുള്ള് അടിച്ച് പെറുക്കി ആ സാധനം. ആ പെർഫ്യൂം ഇവിടുന്ന് കിട്ടുക വിചാരിച്ചിട്ട് അപ്പോഴല്ലേ ഇതിനുള്ളിൽ കിട്ടുകയെന്ന് മനസ്സിലായത്. അവിടെ ഉള്ളിൽ കയറാ. ഞാൻ ഇനി ഇവിടെ KG കിട്ടടാ. KG നമ്മൾ എസ്കേപ്പ്. അവിടെ ഇതിൻ്റെ എസ്കേപ്പ് എന്തെങ്കിലും ഇനി ഇവിടെ എന്തെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇവിടെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണം തരുമോ? ഇവനെ പിന്നും പിടിച്ച് ഇവിടെ തന്നെ ആക്കി. ഇവിടെ എന്തായിട്ടോ ചുറ്റികേ. ഇവിടെ എന്തിനാ കട്ടിങ് പ്ലെയറൊക്കെ ഇതടിച്ച് പൊളിക്കല്ലേ. ചുറ്റികറ്റ് അതിൻ്റെ മുകളിൽ തന്നെ കയറണടാ. അത്ര ഉള്ളൂ. നീ ചാട്. അത്ര ഉള്ളൂടാ. ഇനി വാഴ എവിടെയെന്ന് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി നേരെ എസ്കേപ്പ് സെമിത്തേരി കയറിയാൽ നമ്മൾ KGക്ക് അവിടെ വരെ ഡ്രോപ്പ് ചെയ്തു. നമ്മളെ KGക്ക് ചെയ്യാതെ എസ്കേപ്പ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ലടാ. ഇതാണ് KGക്ക്. പോടാ എന്താ ഇങ്ങനെ ആയിരുന്നു. നമ്മൾ എസ്കേപ്പ് ആടാ. എസ്കേപ്പ് ആയിട്ട് എൻ്റെ ഒരു Okay, time to finish this. Come on, Liz. You'll jump on 1, 2, and 3. ജമ്പ്. I can't. If I jump with the fan running, I will hurt myself. Liz? എന്ത് അവള് I ചാടിയില്ല. can't believe it. Charlie, that's Liz, your sister. റോഡ് സിംഗിങ്. Yes, it's her. How did it get in there? I don't understand how it could happen. Wait. Liz! Screw this. What's up, Lee? I love you from the first days of you. I hope. അത് ആടെ മൈക്കിന് ലിസൺ ഇഷ്ടമാണ്. അതാണ് കഥ. സ്റ്റോറി കംപ്ലീറ്റഡ്. എടാ ഇനി ഐസ്ക്രീം 3ന് ക്ഷണിക്കണടാ. 3ക്ക് അറിയടാ കാണാതെ. 3യും 4, 5 ഒന്നും കാണാതെ അറിയില്ലട്ടാ. 2 മാത്രമേ അറിയുള്ളൂ. 3 നമ്മളെന്തായാലും കളിച്ച് വിടുമല്ലോ. അത് നമുക്ക് സംശയം ചെയ്യാതെ നമ്മൾ. പക്ഷെ ലിസ് ചാടിയുടെ വണ്ടിന്നാ എന്താ അവിടെ ഇനി ലിസിൻ്റെ നേരെ ഫാക്ടറി കൊണ്ടുപോയി അരച്ചെന്തെങ്കിലും ഐസ്ക്രീമൊക്കെ കിട്ടുക. ഇനി 4ലാണ് ഫാക്ടറി.
അത് ത്രീയിൽ ഞാൻ മൈക്കിന് പിടിക്കലാവും കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളെ വീഡിയോ അതിൻ്റെ പേയാണ്. നാളെ തന്നെ 3 ഉണ്ടാവും ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ പേയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബേഴ്സ് അത് മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.